ഇതാണോ നീ പറഞ്ഞ പുതിയ സാരി? ഇതിപ്പോ വന്ന പുതിയ കളക്ഷൻ ആയത്. 5 വർഷം മുമ്പാ പുതിയ കളക്ഷൻ. ഇപ്പോഴും 18 വയസ്സാന്നാ വിചാരം. മനോഹര, ഏതായാലും ഇത് ഞാൻ എടുക്കാം. പക്ഷെ 1200 രൂപ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 1400 രൂപ. 1400? എന്റെ അമ്മ ഇത് 500 രൂപയ്ക്ക് പോലും ഇല്ല. എന്തിനാ മനോഹര, നിന്നോട് നമ്മൾ എപ്പോഴും മേടിക്കുന്നതല്ലേ. ഇങ്ങനെ കണക്ക് പറഞ്ഞാലോ 1200 രൂപ ഫിക്സ്. എന്നാ ശരി, 1200 എങ്കിൽ 1200. എടി നിനക്ക് ആ കളർ കൊള്ളത്തില്ല, ഒരു ചേരുമില്ല. ഞാനിലിടുന്നത്. ആര് പറഞ്ഞ അവക്ക് ചേരത്തില്ലെന്ന്? നമുക്കല്ല അടിപൊളിയായിരിക്കും അത്. എടാ അതെ, സീല് ബ്ലൗസ് ആടാ, അതിനകത്ത് കയ്യും കാലും ഒന്നുമില്ല. ഭയങ്കര ഗ്ലാമർ ആയിരിക്കും അത് ഇട്ട് കഴിഞ്ഞാ. എടി കൃഷ്ണമോളെ, പുഷ്പയുടെ ഈ ഒരു കളർ ടോൺ വെച്ചോണ്ടേ ഈ കളറെല്ലാം അടിപൊളിയായിട്ട് ചേരുമല്ലേ? പിന്നെ സൂപ്പർ ആയിരിക്കും അമ്മയ്ക്ക്. ആ, എനിക്ക് കൃഷ്ണമോളോട് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താച്ചാ? നാന്തേ പറയാന്നേ. എടി അപ്പുണ്ണിയെ കൂടെ വിളിച്ചോണ്ട് വാ. വന്നേ. മനോഹര, എന്നാ നീ പൊക്കോ. ഇതിന്റെ പൈസ അടുത്താഴ്ച എടുക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. എന്നാ പോട്ടെ. ഇങ്ങോട്ട് കാണിച്ചെടിയതൊന്ന്. ആ ഉടുപ്പ് അങ്ങോട്ട് കാണിച്ചെന്ന്. നിങ്ങളല്ലേ പറഞ്ഞു ഇതിന് കയ്യും കാലൊന്നും ഇല്ലാത്തതാന്ന്. ഞാൻ നോക്കട്ടെ. നല്ല കളറല്ലേ? എന്നിട്ട് പിന്നെ അമ്മ എന്തിനാ എനിക്കത് ആ കളർ ചേരുന്നില്ല എന്ന് പറഞ്ഞത്? ഇത് എനിക്ക് ചേരുന്ന കളറല്ലേ, നിനക്ക് ചേരൂല്ലെന്നാ പറഞ്ഞത്. അത് ഞാൻ അമ്മേനെക്കാട്ടിയും കളർ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാ. ഓ, ഇത്തിരി കളർ കൂടിയെന്നും പറഞ്ഞോട്ട് ഇങ്ങോട്ട് പൊങ്ങാ കേട്ടോ. ഇവിടെ വന്നേ, ഇവിടുതാ. എന്റെ കയ്യിലിരുന്നാ മതി. ഒന്നിനും കൊള്ളൂല. ആ, ഞാൻ ഇനി സ്ലീവ്ലെസ് എല്ലാം ഇട്ടിട്ടാ നടക്കാൻ പോകുന്നത്. ഇത്രയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ആ, ഈ സാരിയെല്ലാം ഉടുത്തിട്ട് ഒരു ഇതില്ല. ഈ വീട്ടിൽ നടക്കൂല അങ്ങനെ ഒന്നും ഇട്ട്. ഞാനിട്ട് നടക്കും. ആ, എനിക്ക് എന്താ ഇട്ട് നടക്കുന്നതിന്? മാറി. നീയാണോ അവളുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചത്? ഞാനല്ല മെസ്സേജ് അയച്ചത്. നീ അല്ലേടി മെസ്സേജ് അയച്ചത്? ചേച്ചാ ഞാൻ നോക്കത്തില്ല, രണ്ടോ തന്നാണ്ടല്ലോ. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോകും. ഒന്നും പറയാനില്ലേ? ഞാനല്ല മെസ്സേജ് അയച്ചത്, ഞാൻ പറഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്നാ ഞാൻ ഒരു പണി ചെയ്യാം. എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലുണ്ടെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഞാൻ അവനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഒരു ഗുണം കൂടെ ഉണ്ട്. എങ്ങനെ? തെറ്റ് ചെയ്തവൻ ആരായാലും അവനെ പൊക്കിയെടുത്ത് അകത്തിടാനും പറ്റും. എന്നാ നമുക്ക് ഈ കേസ് വിട്ടേക്കാം സൈബർ സെല്ല്. സത്യം പറയാലോ? അത് വേണ്ട, അത് വേണ്ട. അതെന്തിനാ കേസ് പിൻവലിക്കുന്നത്? അത് കൃഷ്ണ ചേച്ചീനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാനെ കാണാൻ എനിക്ക് ശക്തിയില്ല. സത്യം പറ. നീയാണോടാ മെസ്സേജ് അയച്ചത്? പറയടാ. ഞാനാ. കേട്ടല്ലോ. ഞങ്ങളിവിടെ പട്ടീനെ പോലെ തല്ലുണ്ടാക്കിയപ്പോ നീ എന്തോ നോക്കിയിരുന്നടാ. നീ എന്തിനാ മെസ്സേജ് അയച്ചത്? അതെ, പുള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്ലോഗറാണ്, റെമോ രാം. അദ്ദേഹത്തിന്റെ എല്ലാ ലൈവ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാ. അടിപൊളിയാ. ഇനി മേലാൽ നീ അവന്റെ റീലോ വീഡിയോനെ കൊണ്ട കുട്ടും ചക്കാം. ഞാൻ കാണൂല. ചേച്ചി എന്താ പറയണേ? ഞാൻ അനുസരിക്കാം. ഇനി ഈ ചേച്ചിമാരുടെ മൊബൈൽ അവരുടെ അനുവാദം ഇല്ലാതെ നീ എടുത്തോ. നിന്റെ ചെയ്യിപ്പിച്ചത്. ഒലിയാൻ പിച്ചുകളയും. അത്
പിടിച്ച് കളയണ്ട. ഭയങ്കര അനുസരണയുള്ള ഒരു മോൻ. ചേച്ചിക്ക് എന്നെയായിരുന്നല്ലോ ഭയങ്കര ഡൗട്ട്. സോറി ഡി മോൾ, അറിയാണ്ട് സംശയിച്ചു. ഈ ഒരു വായി നോക്കിയായത് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചു. വെറുതെ പറഞ്ഞ. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ ചക്ക, നീ കണ്ടല്ല, നീ കാരണം ഇവര് തമ്മിലുണ്ടായ വഴക്ക്. പ്രകാശേട്ടാ, ഓ ഒന്നിങ്ങ് വന്നേ. ദാ വരുന്നു. എന്തൊരു അനുസരണ പാപ്പാടി പ്രകാശന്. നിന്റെ ഫോൺ എടുത്തോ, കുട്ടിണ്ടോ അവന്റെ നീക്ക്. ആരും അറിയാണ്ട് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്നിട്ട് എടാ ഏടാ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയപ്പോ നീ എന്താടാ ഒന്നും മിണ്ടാനേ? എന്നിട്ടാ ബ്ലോഗർ അവന്റെ വീഡിയോ ഉണ്ടല്ലോ. നിനക്ക് എന്റെ വീഡിയോ ഇരുന്ന് കണ്ടുകൂടാടാ? അതിനും വേറെ ഞാൻ ഒന്നും കാണാത്തതാ. എന്നാ നീ ഇനി ഒന്നും കാണരുത് കേട്ടാ. കൃഷ്ണ ചേച്ചി പറയണ പോലെ കഷ്ടിച്ചല്ലേ ഒരു 50-100 വ്യൂവേഴ്സ് ഇട്ടാ. അല്ല പറഞ്ഞതുള്ളതാ. ട്രെയിലില്ലേ? ഞാനൊക്കെ കണ്ടാലും ഒരു കാശൊക്കെ കിട്ടുള്ളൂ. നീ കണ്ടിട്ടുള്ള പൈസക്ക് വേണ്ട. എന്നാ ഒന്നും വേണ്ട. മാക്രോണി എനിക്ക് പൈസ മതി. കാര്യം മാത്രമേ ഉള്ളൂ ചെക്കന്. എന്താ പുഷ്പേ? നല്ല തേനൊഴിച്ച നാരങ്ങ വെള്ളം. ആ, ഇന്നലത്തെ കെട്ടൊക്കെ അങ്ങ് മാറട്ടെ. അല്ല പ്രകാശേട്ടാ, എന്റെ സെലക്ഷനൊക്കെ അത്ര മോശമാണോ? എന്നാര് പറഞ്ഞു? ഒരിക്കലും മോശമല്ല. അല്ല, അമ്മ പറഞ്ഞല്ലോ എനിക്ക് ആ കളറ് ചേരത്തില്ല എന്ന്. എടി, അമ്മയ്ക്ക് കുശുമ്പാടി. നിനക്ക് എത്രയും കാലമായിട്ട് മനസ്സിലായി? സത്യം, മുഴു കുശുമ്പ. ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊരു 10 വയസ്സ് കുറവേ പറയുള്ളൂ. സത്യമായിട്ടും? ആ, എന്നാ നിങ്ങൾ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ട് വാ. ഞാൻ നല്ല ചിക്കൻ 65 ഉണ്ടാക്കി തരാം. ആണോ? ഞാൻ ഇപ്പൊ തന്നെ പോയി പെട്ടക്കുന്ന കോഴിയും മേടിച്ചിട്ട്. എടാ പ്രകാശ, നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട്. എനിക്കെന്ത് പ്രശ്നമാ? ഞങ്ങൾ തമ്മിൽ ഇപ്പൊ നല്ല ഗുലാനല്ലേ, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ദേ കോഴിയെ മേടിക്കാൻ പോവാ, ചിക്കൻ 65 ഉണ്ടാക്കാൻ പോവാ. ടാറ്റാ, ബൈ ബൈ. നിന്നെ ഞാൻ കാണിച്ചു തരാടി. എന്നാ കാണിക്ക്. ഓ, കോഴി അവൾക്ക് ഇറങ്ങുള്ളൂ.